പലപ്പോഴും നമുക്ക് വരുന്ന റിക്വസ്റ്റിൽ ഉണ്ടാവാറുള്ളത് വളരെ ഈസിയായി ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന പെയിൻറ്റിങ്സിൻ്റെ ട്യൂട്ടോറിയൽസ് അപ്ലോഡ് ചെയ്യണം എന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് രണ്ടും ബിഗിനേഴ്സിന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് പെയിൻറ്റിങ്സ് ആണ്. ഇന്നത്തെ പെയിൻറ്റിങ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഈസി ആയ ഒരു ഗണേശ പെയിൻറ്റിങ്, വരയ്ക്കാൻ അറിയാത്തവർക്ക് പോലും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പെയിൻറ്റിംഗ് ആണത്. ഇത്രയും ഈസിയായി പെയിൻറ്റിങ്സ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ്. സോ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുള്ളൂ. ആദ്യമായിട്ടാണ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നോട്ടിഫിക്കേഷൻസും ഓൺ ചെയ്തിടാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം പേപ്പർ ബ്രഷ് 14 യൂസ് ചെയ്ത് വെറ്റാക്കുക. വെറ്റായി ഇരിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് കോട്ട് ഓഫ് കളേഴ്സ് ഞാൻ ഈ എഴുതിയിരിക്കുന്ന ഓർഡറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് കോട്ട് ഡ്രൈ ആയതിനു ശേഷം സെക്കൻഡ് കോട്ടും അതിൻ്റെ മുകളിൽ ഡാർക്ക് കോട്ട്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഡാർക്ക്നെസ്സിൽ കളേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അത് തമ്മിൽ നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. എനിക്കിഷ്ടമുള്ളൊരു ഡിസൈൻ ഞാൻ കൊടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഏത് തന്നെയാണെങ്കിലും അത് ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇൻ്റർനെറ്റിലൊക്കെ ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലേതെങ്കിലും ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം നമുക്ക് ബ്ലാക്ക് കളർ യൂസ് ചെയ്ത് ഡിസൈൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ബ്രഷ് 0 ബ്രഷ് 6 ആണ്. നിങ്ങൾക്ക് ഏത് ബ്രഷാണോ കംഫർട്ടബിൾ അത് യൂസ് ചെയ്യാം.
വീഡിയോ എല്ലാവരും കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.